എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇന്ന് വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സും ഒന്ന് കേൾക്കുന്നത് നന്നായിരിക്കും. കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളും ഒത്തുകൂടുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ സൺഡേ എന്ന ഒഴിവു ദിനം. ഈ ഒരു ഒഴിവു ദിനത്തിൽ മാത്രമാണ് അച്ഛനമ്മമാർക്കും മക്കൾക്കും മുത്തശ്ശനും മുത്തശ്ശിക്കുമൊക്കെ ഒന്നിച്ചു കൂടാൻ കിട്ടുന്ന ഒരു സന്ദർഭം. അതിനെ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നന്നായിരിക്കും. ആദ്യമായി ചെയ്യേണ്ടത് നല്ലൊരു സമയമാണ് നാം ആഗ്രഹിക്കുന്നെങ്കിൽ താൽക്കാലികമായി എല്ലാവരും ഉപയോഗിക്കുന്ന ആ മൊബൈൽ ഒന്ന് സൈലൻസിലാക്കുക. ഇടയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് എന്തെങ്കിലും അർജൻറ്റ് കാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അല്ലാത്ത അത്ര അത്യാവശ്യമല്ലാത്ത കോളുകളെ ഒഴിവാക്കാൻ സാധിക്കും. നിങ്ങൾ വൈകുന്നേരം നിങ്ങളെന്ന് ഫ്രീ ആകുന്നോ, എപ്പോൾ ഫ്രീ ആകുന്നോ അപ്പോൾ കോളുകൾ റെസ്പോണ്ട് ചെയ്യാം. ഇനി ഇന്നത്തെ ദിവസം എന്നുള്ളത് ഒരു പക്ഷേ മറ്റെന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടായിരിക്കാം. അവോയ്ഡ് ചെയ്യാൻ വയ്യാത്തതാണെങ്കിൽ അത് അറ്റൻഡ് ചെയ്യുക തന്നെ വേണം. അതൊരാവശ്യമാണ്. കാരണം നമുക്കും ഉണ്ടാകും പല ചടങ്ങുകൾ. അപ്പോൾ നാം ആരെയെങ്കിലും ക്ഷണിച്ചാൽ അവർ വന്നെത്തണമെങ്കിൽ അവരുടെ ചടങ്ങുകളിലേക്ക് നമ്മളും എത്തേണ്ടതാണ്. അങ്ങനെ ഇല്ലാത്ത ഒരു ദിവസമാണെങ്കിൽ വീട്ടിലുള്ള മാതാപിതാക്കളും മക്കളുമെല്ലാം ഒന്നിച്ചുകൂടി ഉള്ളൊരു ദിവസം കഴിയുന്നത് വളരെ ആനന്ദകരമായിരിക്കും. എല്ലാവരും കൂടെ വട്ടമിരുന്ന് ഒന്നിച്ച് രാവിലത്തെ ഭക്ഷണവും ഉച്ചയ്ക്കത്തെ ഊണും അത്താഴവും അതെന്ത് ഭക്ഷണമായിക്കോട്ടെ, ഏത് മുന്തിയിരം ഭക്ഷണമായിരുന്നാലോ ഈവൻ മറ്റെന്തായിരുന്നാലും അത് ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ സ്വാദ് കുറച്ച് കൂടുതൽ തന്നെയായിരിക്കും. ഇങ്ങനെ കിട്ടുന്ന സമയങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തു വയ്ക്കാൻ പറ്റൂ. നമുക്കറിയില്ല നമ്മോടൊപ്പം ഉള്ളവർ നാളെ നമ്മോടൊപ്പം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ആർക്കും അറിയുകയില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നാം ഒന്നിച്ച് ഉണ്ടാകുമ്പോൾ അതിനെ മാക്സിമം നമ്മൾ ഉപയോഗിക്കണം. അതിൽ കൂടെ കിട്ടുന്ന ഓർമ്മകൾ നാം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകും. കുട്ടികൾക്ക് പലതും കാണും, അവരുടെ സ്കൂൾ വിശേഷം വിവരങ്ങളും. ഭർത്താവിനും ഭാര്യയ്ക്കും കാണും ഒത്തിരി കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ. കാരണം എല്ലാവരും തിരക്ക് പിടിച്ച ഒരു ദിവസമായിരിക്കും. അവിടെ ആകെ തിരക്കില്ലാതെ നമ്മളോടൊപ്പം ഉണ്ടാകുന്നത് നമ്മുടെ അച്ഛനും അമ്മമാരും പ്രായമായ അവർക്കും കാണും എന്തെങ്കിലുമൊക്കെ പങ്കുവയ്ക്കാൻ. അങ്ങനെ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ പങ്കുവയ്ക്കാനും എല്ലാവരും ഒന്നിച്ചായി എന്ത് പ്രവർത്തനം നടത്തിയാലും അതിൻ്റേതായ ഒരു റിസൾട്ടും കിട്ടുമായിരിക്കും. ഈവൻ പാചകമായിരുന്നാലും വീട്ടമ്മ മാത്രം ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്ന പാചകത്തിന് അച്ഛനും മക്കളും ഒക്കെ ചേർന്ന് നിന്ന് ഒന്ന് കിച്ചണിൽ നിന്ന് സഹായിച്ചാൽ അത് വളരെ ആനന്ദകരമായിരിക്കും. അത് ആ പാചകത്തിൻ്റെ സ്വാദും കൂടും. കാരണം വീട്ടമ്മയ്ക്കും ഒരു തോന്നലുണ്ടാകും, അവരോടൊപ്പം ചേർന്നവരുടെ ഭർത്താവും മക്കളും ഒക്കെ സഹായിക്കുമ്പോൾ. ഇങ്ങനെയുള്ളൊരു അന്തരീക്ഷമാണ് നമ്മുടെ ഒഴിവു ദിവസങ്ങളിൽ നാം ഉണ്ടാക്കേണ്ടത്. ഒഴിവു ദിവസങ്ങളിൽ മാത്രമല്ല, എപ്പോഴും സമയം കിട്ടുമ്പോൾ. കാരണം ഒരു
ജോലിക്ക് പോകുന്ന അമ്മയാണെങ്കിലും അവർ പാചകം ചെയ്യണം, കുട്ടികളുടെ ആഹാരം കൊടുക്കണം, കഴിക്കണം, ഒത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. ഇതെല്ലാം കഴിഞ്ഞായിരിക്കണം അവരുടെ ജോലിക്ക് വേണ്ടി അവർ പോകേണ്ടത്. അപ്പോൾ അവരെ പരസ്പരം സഹായിക്കാൻ എല്ലാവരും ഒന്നുണ്ടായാൽ ആർക്കും അതിൽ വലിയ സ്ട്രെയിൻ തോന്നത്തില്ല. ഒരു സൺഡേ എന്നുള്ളത് നമ്മുടെ സൺഡേ ആയി മാറ്റിയെടുക്കണം. അത് മറ്റുള്ളവരോട് വൃഥാ സമയം കളയരുത്. മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഒന്നിച്ച് കിട്ടുന്ന ഈ ഒരു ദിവസത്തിൻ്റെ മാഹാത്മ്യത്തെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. പലതും അറിയാത്ത കാര്യങ്ങൾ പരസ്പരം കേട്ടറിഞ്ഞ് അത് ചെയ്യാനുള്ള ഒരു ആർജവം എല്ലാവരിലും ഉണ്ടാകണം. ഒരു സൺഡേ ഉണ്ടെന്നുള്ളത് അത് നമ്മുടെ ഒരു ഫാമിലി ഹോളിഡേയാണ്, നാം ഒന്നായി കഴിയേണ്ട ഒരു ദിവസമാണ്. നിങ്ങൾ എവിടെയെങ്കിലും ഔട്ടിങ് എവിടെയെങ്കിലും പോകാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ അത് ഒന്നായി പോവുക, ഒന്നിച്ചു വരിക. വീണ്ടും തുടങ്ങുന്നത് നമ്മൾ നെക്സ്റ്റ് സൺഡേ ആണ്, മൺഡേ. ആ മൺഡേ മുതൽ വീണ്ടും അടുത്ത സാറ്റർഡേ വരെ നമുക്ക് പരസ്പരം അങ്ങനെ കഷ്ടിച്ച് കാണാനേ സമയം കിട്ടും. കുട്ടികൾ സ്കൂളിൽ നിന്ന് അവർക്ക് പഠിക്കാൻ സൗകര്യം കാണും, അവർക്ക് ഒത്തിരി ഹോംവർക്ക് കാണും, അത് കഴിഞ്ഞ് അവർക്ക് ആഹാരം കഴിക്കണം, ജസ്റ്റ് അവർ കറക്റ്റ് ടൈമിന് ഉറങ്ങണം, വീണ്ടും നെക്സ്റ്റ് ഡേ രാവിലെ ഏർലിയറായിട്ട് എഴുന്നേൽക്കണം. അപ്പോൾ ഉണരുമ്പോൾ ഒക്കെ അവർ ടോട്ടൽ തിരക്കാണ്. അവർ മാത്രമല്ല, വീട്ടിലെ മാതാപിതാക്കളും പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ. അതുകൊണ്ട് കിട്ടുന്ന സൺഡേ വളരെ സന്തോഷകരമായി എല്ലാവരും ഒന്നിച്ചിരുന്ന് എന്തെങ്കിലും ജോലികൾ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ വീട്ടിൻ്റെ തന്നെ വല്ല ഗാർഡനിങ്ങോ ക്ലീനിങ്ങോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും ചേർന്ന് നിന്ന് ഒന്നായി നിന്ന് ഒരു മനസ്സോടെ ചിലവഴിച്ചാൽ ഏത് ജോലിയും അനായാസം തീർക്കാൻ പറ്റും. അതിൽ പ്രതീക്ഷിക്കുന്നതിലുപരിയുള്ള സന്തോഷവും കിട്ടും. അതുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും കഴിയുന്നതും മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഒന്നിച്ചിരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും. എല്ലാവർക്കും നല്ലൊരു സൺഡേ നേരുന്നു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു. ഞാൻ GK തുമ്പക്കാരൻ.